നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സാധാരണ വിഭവമായിട്ടല്ല. ഇത് വെറും ഒരു മീൻകറിയല്ല. നമ്മുടെ മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയും കൈപ്പുണ്യം നിറഞ്ഞൊരു കറിയാണ്. അതും എൻ്റെ രീതിയിൽ ഞാൻ ആക്കിയത്. പണ്ടത്തെ അടുക്കളയിലെ പുകയുടെ മണവും മൺചട്ടിയുടെ ചൂടും തനി നാടൻ രുചിക്കൂട്ടുകളും ഇതൊന്നും ഇന്നത്തെ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോവരുതല്ലോ. അപ്പോൾ 4 മിനിറ്റ് എനിക്ക് വേണ്ടിയൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് നിറച്ച ഈ ഗ്രാമീണ രുചിക്കൂട്ട് ഞാനൊന്ന് പങ്കുവെക്കാം. നമുക്കിന്ന് മുളകിട്ടൊരു മീൻകറി വെച്ചാലോ? നമ്മുടെ കറിയുടെ പവർ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ അങ്ങനെ എല്ലാം ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ. ഇനി ഇതിലേക്ക് നമ്മുടെ കുടംപുളീനെ ക്ഷണിക്കും. ഇവനില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഹീറോയിസം കുറയും. ഉറപ്പല്ലേ അല്ലേ? ഈ മൺചട്ടിയില്ലേ, ഇത് സാധാരണ ഒരു പാത്രമല്ല കേട്ടോ. നമ്മുടെ മുത്തശ്ശിമാരുടെ സ്നേഹത്തിൻ്റെ കൈപുണ്യത്തിൻ്റെ ഒക്കെ ഒരു ഓർമ്മകളാണേ. ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാരമുണ്ട്, മുളകിട്ട മീൻകറി. അതും 5 മിനിറ്റിൽ കോട്ടയം സ്റ്റൈലിൽ നമുക്കൊരു കറി വെക്കാം. വെറുതെ കറി വെച്ചാൽ പോരാ, അതിനൊരു ഫീൽ കിട്ടണമില്ലേ? നല്ല ഫ്രഷായ കേരമീനാണ് നമ്മളിന്ന് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായതിന് ശേഷം കടുക്, ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി വഴറ്റി ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ വഴറ്റുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കുക. അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കുക. പിന്നെ നമ്മുടെ കോട്ടയത്തിൻ്റെ തനത് രുചി ലോകപ്രസിദ്ധമാക്കി തന്നെ മൺചട്ടി വെച്ച മീൻകറിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രധാന ചേരുവ നമ്മുടെ കുടംപുളി തന്നെയാണ്. ഈ പുളിയാണ് കറിക്ക് അതിൻ്റെ അസൽ പുളിരസം നൽകുന്നത്. ചട്ടിയിൽ ചെറിയ തീയിൽ ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ തന്നെ അത് തീവ്രമായ ഒരു എരിവും തനതായ ഒരു പുളിയും ചേർന്ന മണം നമ്മുടെ വീടാകെ ഒന്ന് പരക്കും ഇല്ലേ? ചൂടുള്ള കപ്പയോ ചോറിൻ്റെ കൂടെയോ അതുമല്ലെങ്കിൽ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ ഈ മീൻകറി കഴിക്കുന്നത് ഒരു പ്രത്യേകതര അനുഭൂതിയാണ്. ശരിക്കും ഒരു നാടൻ വികാരം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത തവണ മറ്റൊരു നാടൻ രുചിയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.